എവരിവൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഗായത്രി. അപ്പോൾ ഒരു ആംഡ് ഫോഴ്സിലേക്ക് ജോബ് വേണം ആഗ്രഹിച്ചവർക്ക്, വെയിറ്റ് ചെയ്തവർക്ക് പറ്റിയ ഒരു എക്സാം പോസ്റ്റ് വന്നിട്ടുണ്ട്, വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് BSF GDക്കുള്ളിൽ തന്നെ വരുന്ന ഒരു ഫോഴ്സാണ് BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സീരീസ് ഓഫ് എക്സാം ഓൾറെഡി നടക്കുകയാണ് ആംഡ് ഫോഴ്സിൻ്റെ. അതായത് GDയുടെ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത GD വരാൻ പോവുകയാണ് ഡിസംബറിൽ. അതുപോലെ തന്നെ RPFന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ കാണും. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഈ എക്സാമും ഹാൻഡിൽ ചെയ്യാൻ. അതായത് അതേ സിലബസ് ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിലും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു വർക്ക്, എക്സ്ട്രാ ഒരു ഹാർഡ് വർക്ക് അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, അതിനോടൊപ്പം തന്നെ പ്രാക്ടീസും ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, ഏത് ഏജ് ലിമിറ്റിലുള്ള ആൾക്കാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ മെന്നിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ അപേക്ഷിക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 18 ആപ്ലിക്കേഷൻ ബിഗിൻ ചെയ്തിട്ടുള്ളത്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂൺ 17 ലാസ്റ്റ് ഡേറ്റ്. എക്സാം ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും ജൂൺ 17 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഡേ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്, ആ ഒരു റഷ് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതിനിടയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ സൈറ്റ് ഹാങ് ആവുന്ന പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ അപേക്ഷിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ അപേക്ഷിക്കുന്നവർ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഡേറ്റ് ഒക്കെ വരുന്നത് കറക്റ്റായിട്ട് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യമാണ് പറയുന്നത്. ഗ്രൂപ്പ് ബി പോസ്റ്റ്, SI പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക്, ജനറൽ കാറ്റഗറി, OBC, EWC ഉള്ളവർക്ക് 247 രൂപയാണ് വരുന്നത്. 247 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് 47 രൂപയും ഫീമെയിൽസിന് 47 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക 247 എന്താണ് കണക്കെന്ന് വിചാരിക്കുക. അപ്പോൾ 247 എന്ന് പറഞ്ഞത് 200 രൂപയാണ് എക്സാക്ട്ലി ഫീസ് എന്ന് പറയുന്നത്. 47 രൂപയാണ് അതിൻ്റെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് വാങ്ങുന്നത്. അപ്പോൾ 47 രൂപ മാത്രം കൊടുത്താൽ മതിയാവും. ഈ പറയുന്ന 2 കാറ്റഗറിയിലുള്ളവർക്ക് 47 രൂപ മാത്രം കൊടുത്താൽ മതി. ഇനി SI പോസ്റ്റ് അല്ലാത്ത അതർ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളവർക്ക് 147 രൂപ മാത്രം കൊടുത്താൽ മതിയാവും. പഴയ പോലെ തന്നെ ബാക്കി 2 കാറ്റഗറിക്കും സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതി. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഏജ് 18 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ് മിനിമം ഏജ് എന്ന് പറയുന്നത്. അതുപോലെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 വയസ്സ് വരെ ആയിരിക്കും വരുന്നത്. ഏജ് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്, ഓരോ പോസ്റ്റിനനുസരിച്ച് ഏജ് റിലാക്സേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഏകദേശം 141 വേക്കൻസികളോളം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റിനെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേക്കൻസിയാണ് പറയുന്നത്. അതായത് ഇൻസ്പെക്ടർ ലൈബ്രറിയൻ പോസ്റ്റ്, ആ പോസ്റ്റിലേക്ക് 2 വേക്കൻസി ഉണ്ട്. അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ആൻഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഓർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഓക്കെ, അപ്പോൾ ലൈബ്രറി സയൻസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണം. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 18 വയസ്സാണ് മിനിമം ഏജ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫീമെയിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 157, മെയിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 167 സെൻറ്റിമീറ്റർ, 167.5 സെൻറ്റിമീറ്റർ ആണ് മെയിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ചെസ്റ്റ് സൈസ് വരുന്നത് 81 മുതൽ 86 സെൻറ്റിമീറ്റർ വരെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നഴ്സ് പോസ്റ്റാണ്, SI സ്റ്റാഫ് നഴ്സ് പോസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് 14 വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പം 10+2 ഇൻ്റർമീഡിയറ്റ് എക്സാം വേണം. അതുപോലെ വിത്ത് ഡിഗ്രിയും ഉൾപ്പെടണം. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗിൽ ഡിപ്ലോമ വേണം. ഒന്നുകിൽ 10+2 ഇൻ്റർമീഡിയറ്റ് എക്സാം വിത്ത് ഡിഗ്രി ആയിരിക്കണം, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആയിരിക്കണം. ഓക്കെ, ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 21 മുതൽ 30 വയസ്സ് വരെയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ 165 ആണ് മെയിലിന് വരുന്നത്. അതുപോലെ ഫീമെയിലിന് വരുന്നത് 157 ആണ്. അതുപോലെ ചെസ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ 76 മുതൽ 81 സെൻറ്റിമീറ്റർ വരെയാണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കറക്റ്റായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ്
അതുപോലെ തന്നെ 14 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, 14 വേക്കൻസികളുണ്ട്. അതുപോലെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ASI ലാബ് ടെക്നീഷ്യൻ പോസ്റ്റ് ആണ്. അതിലേക്ക് 30 വേക്കൻസികൾ 38 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. 38 വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10+2 ഇന്റർമീഡിയറ്റ് വിത്ത് സയൻസ് സ്ട്രീം വിത്ത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയാണ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമയും വേണം. അതുപോലെ തന്നെ 10+2 സയൻസ് സ്ട്രീം ആയിരിക്കണം. ഓക്കെ, പഠിച്ചിട്ടുള്ളത് സയൻസ് സ്ട്രീം, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ സയൻസ് സ്ട്രീം പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആയിരിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിലിന് ഹൈറ്റ് 165ഉം ഫീമെയിൽസിന് 150ഉമാണ് വരുന്നത്. കുറച്ച് പൊക്കം കുറവുള്ളവർക്കൊക്കെ, അതായത് സാധാരണ ഒരു ആംഡ് ഫോഴ്സിൻ്റെ പോലീസിൻ്റെ ഒക്കെ എക്സാം വരുമ്പോൾ മിനിമം 157 പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് വിഷമം കാണും. അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അങ്ങനത്തെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അവരുടെ ഹൈറ്റ് അനുസരിച്ച് അവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ 150 സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് മുതൽ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണിത്. അപ്പോൾ ഫീമെയിൽസ് അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ASI ഫിസിയോതെറാപ്പിസ്റ്റ് പോസ്റ്റ് ആണ്. അതിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10+2 ഇന്റർമീഡിയറ്റ് എക്സാം ആണ് വിത്ത് സയൻസ് സ്ട്രീം വിത്ത് ഡിഗ്രി. ഒന്നുകിൽ 10+2 ഇന്റർമീഡിയറ്റ് എക്സാം സയൻസ് സ്ട്രീമിൽ ഡിഗ്രിയും വേണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പി ആൻഡ് 6 months ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, ഫിസിയോതെറാപ്പിയിൽ ഡിപ്ലോമ വേണം. അതുപോലെ തന്നെ 6 മാസത്തെ എക്സ്പീരിയൻസും വേണം. അങ്ങനെയുള്ളവർക്കാണ് അത് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 165 ആണ് മെയിൽസിന് വരുന്നത്. അതുപോലെ ഇവിടെയും 150 സെന്റിമീറ്റർ മതി ഫീമെയിൽസിന്. ചെസ്റ്റിന്റെ നോക്കുകയാണെങ്കിൽ മെയിൽസിന് ചെസ്റ്റിന്റെ നോക്കുകയാണെങ്കിൽ 76 മുതൽ 81 സെന്റിമീറ്റർ വരെ ചെസ്റ്റിന്റെ സൈസ് വരണം. അതുപോലെ തന്നെ ഇനി ഈ പറഞ്ഞ പോലെ 150 സെന്റിമീറ്റർ മതി ഫീമെയിൽസിനും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ SI വെഹിക്കിൾ മെക്കാനിക് പോസ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് 3 വേക്കൻസികളുണ്ട്. അതിൽ 3 ഇയർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ വേണം. അതല്ലെങ്കിൽ 3 വർഷത്തെ ഡിഗ്രി വേണം. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. മിനിമം അറിയാലോ 18 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ചെസ്റ്റ്, ആൺകുട്ടികളുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 75 മുതൽ 80. അതുപോലെ അവരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 165 ആണ് വരുന്നത്. ഫീമെയിൽസിന് നോക്കുകയാണെങ്കിൽ ഇവിടെ 157 ആണ് ഫീമെയിൽസിന് ഹൈറ്റ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റിലേക്ക് നോക്കാം. കോൺസ്റ്റബിൾ ടെക്നിക്കൽ പോസ്റ്റാണ്. അതിൽ കാർപ്പൻ്റർ തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് 34 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. 34 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ക്ലാസ് 10th മെട്രിക് വിത്ത് ITI സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ട്രേഡ്. ഓക്കെ, റിലേറ്റഡ് ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ 3 ഇയർ എക്സ്പീരിയൻസും വേണം ഇൻ റിലേറ്റഡ് ട്രേഡിൽ 3 ഇയർ എക്സ്പീരിയൻസും വേണം. അതുപോലെ തന്നെ 10th പാസ്സായിരിക്കും വേണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 18 മുതൽ 25 വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിൽ 165, ഫീമെയിൽസ് 157. അതുപോലെ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ 75 മുതൽ 80 വരെയാണ് ചെസ്റ്റ് എന്ന് പറയുന്നത്, ചെസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറി ആണ്. അപ്പോൾ അതിലേക്ക് 4 വേക്കൻസികളുണ്ട്. അപ്പോൾ 10+2 ഇന്റർമീഡിയറ്റ് എക്സാം വിത്ത് 1 ഇയർ വെറ്റിനറി സ്റ്റോക്ക് അസിസ്റ്റന്റ് കോഴ്സും 1 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് +2 ഇന്റർമീഡിയറ്റ് എക്സാം വിത്ത് 1 ഇയർ വെറ്റിനറി ആൻഡ് സ്റ്റോക്ക് അസിസ്റ്റന്റ് കോഴ്സും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അതിൽ 1 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 18 മുതൽ 25 വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിന് ഇവിടെ 150 സെന്റിമീറ്റർ മാത്രം മതി. മെയിൽസിന് നോക്കുകയാണെങ്കിൽ 165 സെന്റിമീറ്റർ വേണം. അവരുടെ ചെസ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ 76 മുതൽ 81 സൈസാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റബിൾ കേണൽമാൻ പോസ്റ്റ് ആണ്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് 2 വേക്കൻസി ഉണ്ട്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഉള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th പാസ്സായിരിക്കണം.
മെട്രിക് എക്സാം 10th മെട്രിക് എക്സാം പാസ്സായിരിക്കണം. അതുപോലെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ റിലേറ്റഡ് പോസ്റ്റ്. ഈ പറയുന്ന പോസ്റ്റിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം, 10ാം ക്ലാസ് പാസ്സാവും വേണം. അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കോൺസ്റ്റബിൾ കേണൽ പോസ്റ്റ്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഫീമെയിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ 150 മതി, മെയിലിൻ്റെ ഹൈറ്റ് 165 വരുന്നത്. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. കാറ്റഗറി അനുസരിച്ചുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. BSF ഇൻസ്പെക്ടർ ലൈബ്രറിയൻ ആണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 2 ഉണ്ട്. അതുപോലെ BSF SI സ്റ്റാഫ് നഴ്സ് ആണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 4, OBCയിൽ 4, EWSൽ 3, എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ 3 കാറ്റഗറി 3 വേക്കൻസി ഉണ്ട്. അതുപോലെ SCക്ക് 2, STക്ക് 1, ടോട്ടൽ 14 വേക്കൻസികൾ BSF SI സ്റ്റാഫ് നഴ്സിൽ മാത്രമുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ BSF ASI ഫിസിയോതെറാപ്പിസ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ 19 പോസ്റ്റ് URനുണ്ട്, 12 പോസ്റ്റ് OBCക്ക് ഉണ്ട്. അതുപോലെ EWSന് 5 പോസ്റ്റ് ഉണ്ട്, SCക്ക് 7 പോസ്റ്റ് ഉണ്ട്, STക്ക് 4 പോസ്റ്റ് ഉണ്ട്. ടോട്ടൽ 47 വേക്കൻസികൾ അവിടെയുമുണ്ട്. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേക്കൻസി സ്ട്രക്ചറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഇനി പറയാനുള്ളത് സാലറിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ സിലബസിൻ്റെ കാര്യങ്ങളുമാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്നത് ഈ കാണുന്ന സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. ഈ കാണുന്ന സൈറ്റിൽ കയറി നിങ്ങൾ കറക്റ്റായിട്ട് ആ പറഞ്ഞ ടൈമിൽ തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി സാലറി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് സാലറി ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ മിനിമം ബേസിക് സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 30,000 മുതൽ 1,00,000 രൂപ വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ബേസിക് സാലറിയാണ്. നിങ്ങൾക്ക് അലോവൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരു തുക നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 18 വയസ്സിലൊക്കെ ജോലി കിട്ടുന്നവർക്കാണെങ്കിൽ നല്ലൊരു പോസ്റ്റ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് BSF എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ GD പോലെ തന്നെയാണ്, ബട്ട് അതിലും കുറച്ച് വ്യത്യാസം ഉണ്ട്. അതായത് ഓരോ പോസ്റ്റും ഇപ്പോൾ പറഞ്ഞ പോലെ വെറ്റിനറി പോസ്റ്റ് പോലെ ആയിരിക്കില്ല വെഹിക്കിൾ മെക്കാനിക്കിനുള്ള സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കയറുമ്പോൾ, ഈ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു സ്ട്രക്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബ് ഏത് സെലക്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അതിൽ കറക്റ്റായിട്ട് ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഏതൊക്കെ പോസ്റ്റ് ആണോ അതിനനുസരിച്ച് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക, നിങ്ങളുടെ സിലബസ് വായിച്ച് നോക്കുക, നിങ്ങളുടെ മാർക്കിംഗ് എങ്ങനെയൊക്കെയാണ്, നെഗറ്റീവ് കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സിലബസ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് വാസ്റ്റ് കാര്യമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അതിൽ കയറി ക്ലിക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ വെറുതെ അപേക്ഷിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസും കൂടി ചെയ്യുക. നിങ്ങളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് ഇവിടെ. കാരണം ഓൾറെഡി നിങ്ങൾ ആംഡ് ഫോഴ്സിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെയിം സിലബസ് ഒക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ ചില എക്സാമിന് എന്ത് വേണ്ടി വരും, നിങ്ങൾക്ക് ചിലപ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് ഒക്കെ നോക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്, നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.